വെൽക്കം ബാക്ക്. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും തന്നെ സ്വാഗതം. അപ്പം നമ്മുടെ ആസിഫ് അലി കാരണമായിട്ട് സംഗീത സംവിധാനം ചെയ്തുകൊണ്ടിരുന്ന ഒരുപാട് സിനിമകൾക്ക് സംഗീത സംവിധാനം ചെയ്തുകൊണ്ടിരുന്ന രമേശ് നാരായണൻ എന്ന് പറയുന്ന വ്യക്തി ഒന്ന് വൈറലായിട്ടുണ്ട്. ഒന്ന് ഏറിപ്പോയിട്ടുണ്ട്. ഇഷ്യൂ എന്നാന്ന് വെച്ചാൽ ആസിഫ് അലി കടയിൽ നിന്ന് വാങ്ങിച്ചിരുന്ന ഒരു മെമൻറ്റോ ഒരു താല്പര്യമില്ലാത്ത രീതിയിൽ എനിക്കങ്ങനെയാണ് ഫീൽ ചെയ്തത് കേട്ടോ. ഒരു താല്പര്യമില്ലാത്ത രീതിയിൽ വാങ്ങിച്ചിട്ട് അത് സംഘാടകരോട് പറഞ്ഞിട്ട് അത് ജയരാജൻ സാറിൻ്റെ കൊടുത്തിട്ട് ജയരാജൻ സാറിൻ്റെ ഇന്ന് ആ ഒരു മൊമെൻറ്റോ കൈപ്പറ്റിയ രമേശ് നാരായണൻ സാറ് അദ്ദേഹം ഒന്ന് നല്ല രീതിയിൽ ഏറിപ്പോയിട്ടുണ്ട്. ആ വീഡിയോ ഒന്ന് നമുക്ക് കണ്ടിട്ട് വരാം. ശ്രീ സന്തോഷ് നാരായണൻ സാറിന് ആസിഫ് അലി ഒരു ചെറിയ സമ്മാനം നൽകുന്നതായിരിക്കും. പ്ലീസ് സർ, നോട്ട് ഓൺ ദി സ്റ്റേജ്. ആസിഫ് ദയവ് ചെയ്ത് അദ്ദേഹത്തിന് ഒരു ചെറിയ പുരസ്കാരം നൽകിക്കൊണ്ട്, ഒരു മെമൻറ്റോ നൽകിക്കൊണ്ട് ഞങ്ങൾ ആദരിക്കുകയാണ്. ജയരാജ് സാറിന്റെ ചിത്രത്തിന് വേണ്ടി മ്യൂസിക് സംവിധാനം ചെയ്തിരിക്കുന്നത് ശ്രീ സന്തോഷ് നാരായണൻ സാർ. നിറഞ്ഞ കൈയടി കൊടുത്തുകൊണ്ട് അദ്ദേഹത്തെ ശ്രീ രമേശ് നാരായണൻ സാറിന് ആസിഫ് അലി ഈ ഒരു പുരസ്കാരം നൽകിയിരിക്കുകയാണ്. ജയരാജ് സാറിന്റെ സിനിമയ്ക്ക് സംഗീതം നൽകിയിരിക്കുന്നത് അദ്ദേഹമാണ്. ഒരുപാട് പുരസ്കാരങ്ങൾ മലയാള സിനിമയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള ശ്രീ രമേശ് നാരായണൻ. ഇതായിരുന്നു ആ മൊമെൻറ്റോ കൈപ്പറ്റുന്ന വീഡിയോ എന്ന് പറയുന്നത്. ഇതിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു താല്പര്യമില്ലാത്ത രീതിയിലായിരുന്നു ആ രമേശ് നാരായണൻ സാറ് ആസിഫ് അലി കടയിൽ നിന്ന് ആ മൊമെൻറ്റോ കൈപ്പറ്റുന്നത്. ഞാൻ പേഴ്സണലായിട്ടൊരു കാര്യം ചോദിക്കട്ടെ. നമ്മളൊരു സ്റ്റേജിൽ ഒരു മൊമെൻറ്റോ കൈപ്പറ്റാൻ വേണ്ടി പോകുന്നു. ആ മൊമെൻറ്റോ സ്വീകരിക്കുന്നത് നമ്മുടെ ആ സ്റ്റേജിലിരിക്കുന്ന ഏറ്റവും ഉയർന്ന വ്യക്തിയുടെ കയ്യിൽ നിന്നായിരിക്കണമെന്ന് നമുക്കൊരു പേഴ്സണലി ഒരു ആഗ്രഹം ഉണ്ടായിരിക്കാം. എന്നും പറഞ്ഞ് നമുക്കൊരു വ്യക്തി തരുന്നു, ചിലപ്പം ഒരു പഞ്ചായത്ത് പ്രസിഡന്റും മെമ്പറും ഇരിക്കുന്ന ആ ഒരു സദസ്സിൽ നിന്ന് നമുക്ക് തരുന്നത് നമ്മുടെ വാർഡിലെ മെമ്പർ ആയിരിക്കും. അതുകൊണ്ട് എനിക്ക് ആ മെമ്പറിൻ്റെ കയ്യിൽ നിന്ന് വേണ്ട, എനിക്ക് പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ കയ്യിൽ നിന്ന് മാത്രം മതി എന്ന് പറയുന്ന ആ ഒരു നിലപാട് ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുന്ന കാര്യമല്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ താരസംഘടനയായ അമ്മയുടെ സെക്രട്ടറി ആയിട്ടുള്ള സിദ്ദീഖ് സാറ് അദ്ദേഹം ഫേസ്ബുക്കിലൊരു പോസ്റ്റ് ചെയ്യുകയുണ്ടായി. ആസിഫ് അലി ഖാനെ ഒന്ന് ആശ്വസിപ്പിച്ചുകൊണ്ട്, ആട്ടിയകറ്റിയ ഗർവിനോട് നീ ചിരിച്ച ചിരിയാണ് യഥാർത്ഥ സംഗീതം എന്ന് പറയുന്ന ക്യാപ്ഷനോട് കൂടിയിട്ട് നമ്മുടെ സിദ്ദീഖ് സാറ് ആസിഫ് അലി ഖാന്റെ ഒരു ഡയലോഗ്സ് അടങ്ങിയ ഒരു ക്ലിപ്സ് പോസ്റ്റ് ചെയ്യുകയുണ്ടായി. നമുക്കൊന്ന് കണ്ടിട്ട് വരാവേ. ഞാൻ ആഗ്രഹിച്ചു, എനിക്ക് സിനിമ ചെയ്യണം, സിനിമ ഇഷ്ടമാണ്. എല്ലാ ദിവസവും എവ്രി ഡേ ഇസ് എ ന്യൂ ഡേ എന്നൊന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. എന്റെ ലൈഫ് അങ്ങനെയാണ്. സിനിമ ചെയ്യുക, നല്ല ക്യാരക്ടേഴ്സ് ചെയ്യുക എന്നുള്ളത് എക്സൈറ്റ്മെന്റ് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് എന്റെ ചുറ്റും എപ്പോഴും സിനിമയായിരിക്കണം. ഹേമന്തമൻ കൈക്കൊമ്പിളിൽ തൂവുന്നിലാപ്പൂനീ. നമ്മുടെ താരസംഘടനയായ അമ്മയുടെ ഒഫീഷ്യലി ഉള്ള ഇൻസ്റ്റഗ്രാം പേജിൽ ഒരു പോസ്റ്റ് ചെയ്യുന്നുണ്ടായി. അസുഖാടെ ഒരു ചിരിക്കുന്ന മുഖത്തോട് കൂടിയിട്ട് അതിന്മേലെ എഴുതിയേക്കുന്നു, ആട്ടിയകറ്റിയ ഗർവിനോട് നീ ചിരിച്ച ചിരിയാണ് യഥാർത്ഥ സംഗീതം. അതേപോലെ തന്നെ അമ്മ ആസിഫിനൊപ്പം എന്ന് പറയുന്ന ക്യാപ്ഷനോട് കൂടിയിട്ടുള്ള ആ ഒരു പോസ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഇടയിൽ വരുന്ന കമൻസ്, എത്രയധികം ആളുകളാണ് ആസിഫ് ഖാനെ സ്നേഹിക്കുന്നത്, എത്രയധികം ആളുകളാണ് ആസിഫ് ഖാനെ ഒന്ന് ഇഷ്ടപ്പെടുന്നതെന്ന് ആ ഒരു കമൻസിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിനുശേഷം എല്ലാവരും എതിരായപ്പോഴത്തേക്ക് നമ്മുടെ രമേശ് നാരായണൻ സാറ് ചെറിയൊരു ഇന്റർവ്യൂ എടുക്കുകയുണ്ടായി. നമുക്ക് ആ ഇന്റർവ്യൂയുടെ ചെറിയ ക്ലിപ്സും ഒന്ന് കണ്ടിട്ട് വരാം. ഇത് പറഞ്ഞപ്പോൾ അയ്യോ സാറിനെ വിളിച്ചില്ലെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല, വിട്ടുപോയതാണെന്ന് തോന്നുന്നു. സാരമില്ല, പോട്ടെ, സാരമില്ലെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു അല്ലല്ല സാറിന് മൊമെൻറ്റോ തന്നേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞാണ് ആസിഫ് അലി അവിടുന്ന് വിളിക്കുന്നു. അപ്പോഴേക്കും എന്തായാലും ആൾക്കാർ, ഞാൻ സ്റ്റേജിലല്ല ഉള്ളത്, നിങ്ങളത് മനസ്സിലാക്കണം. ഞാൻ സ്റ്റേജിലാണെങ്കിൽ എനിക്ക് ആര് വരുന്നതിൽ കാണാൻ പറ്റും. ഇത് നിറച്ച ആൾക്കാരുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ നിന്ന് ആസിഫ് അലി ഓടി വരുന്നു. ആസിഫ് അലി എനിക്ക് മൊമെൻറ്റോ തരുന്നു. മൊമെൻറ്റോ ഞാൻ വാങ്ങിക്കുന്നു. അപ്പോൾ എൻ്റെ ഒരു ആഗ്രഹം വെച്ചാൽ ജയരാജ് ഇരിക്കുന്നുണ്ട്, ഇതിൻ്റെ ഒരു ഡയറക്ടറും കൂടെ നിൽക്കുന്നത് നല്ലതല്ലെന്ന് വെച്ചാൽ അദ്ദേഹത്തെ വിളിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തെ വിളിച്ച സമയത്ത് ആസിഫ് അലി ഇത് തന്നിട്ട് ഡിസപ്പിയറായി. അവിടുന്ന് തന്നിട്ട് ആസിഫ് അലിക്ക് തോന്നി കാണും ചിലപ്പോൾ ആസിഫ് അലി ഞാൻ മൈൻഡ് ചെയ്തില്ല. അപ്പോൾ എൻ്റെ ആഗ്രഹം മനസ്സിലുള്ളത് ജയരാജും കൂടെ വരട്ടെ. അപ്പോൾ രണ്ടുപേരും വന്നിട്ട് പിന്നെ ആസിഫ് അലിയുമായിട്ട് നമുക്ക് മിങ്കിൾ ചെയ്യാന്നുള്ള രീതിയിൽ നമ്മളെത്രയോ അവാർഡ് വാങ്ങിച്ചതാണ്, അവാർഡ് സെറിമണി കണ്ടക്ട് ചെയ്തതാണ് ഞാൻ.
ഓക്കെ സാർ, നിങ്ങൾക്ക് ഒരുപാട് അവാർഡുകൾ വാങ്ങാനും അതേപോലെ തന്നെ ഒരുപാട് അവാർഡ് സെറമണികൾ കണ്ടക്ട് ചെയ്യാനും ഉള്ള അർഹതയുണ്ട്. താങ്കളെ ഞാൻ മാനിക്കുന്നു, ഇല്ല എന്നൊന്നും പറയുന്നില്ല. പക്ഷേ ഇതൊരു 1.5 അവാർഡ് വാങ്ങലായി പോയില്ലേ എന്നതാണ് എൻ്റെ ഒരു സംശയം. അതൊക്കെ അവിടെ നിർത്താം. ഞാൻ പറഞ്ഞു വരുന്നത്, അദ്ദേഹം പറയുന്നുണ്ട് എനിക്ക് ആസിഫിക്കയുടെ കയ്യിൽ നിന്നും അതേപോലെ തന്നെ ജയരാജൻ സാറിൻ്റെ കയ്യിൽ നിന്നും ഒരുമിച്ച് വാങ്ങാനായിരുന്നു ആഗ്രഹമെന്നും. ആസിഫിക്ക ആദ്യം കൊണ്ടുവരുന്ന ടൈമിലാണ് ഇദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് അങ്ങനെ ഒരു ആഗ്രഹം വരുന്നതും. ആസിഫിക്ക കൊണ്ട് തരുന്ന ടൈമിൽ അതൊരു അവാർഡാണ് എന്നതിനെ മാനിച്ചുകൊണ്ട് അതിനെ 2 കൈ കൊണ്ടാണ് സ്വീകരിക്കേണ്ടത്. താങ്കൾ എന്തുകൊണ്ട് അതിനെ ഒറ്റ കൈ കൊണ്ട് സ്വീകരിച്ചു? അതൊരു ചോദ്യമാണ്. അതേപോലെ തന്നെ ആസിഫിക്ക ഡിസപ്പോയിൻറ്റഡ് ആയിട്ട് ജയരാജൻ സാറിൻ്റെ നിന്ന് വാങ്ങാനോട് എനിക്ക് താല്പര്യമുണ്ടെന്ന് പറയുമ്പോൾ ആസിഫിക്ക ഡിസപ്പോയിൻറ്റഡ് ആയിട്ട് മാറി നിൽക്കുമ്പോൾ ജയരാജൻ സാറ് വന്ന് അവാർഡ് തന്നിലേക്ക് തരുമ്പോഴത്തേക്ക് ഡിസപ്പോയിൻറ്റഡ് ആയിട്ട് മാറി നിന്ന് ആസിഫിക്കാനെ ചേർത്ത് പിടിച്ച് ആസിഫെ മോനെ വാടാ, നീയോട് ഇതൊന്ന് താ, നിങ്ങൾ രണ്ടുകൂടെ ചേർന്ന് ഇതൊന്ന് താ, എന്തുകൊണ്ട് താങ്കൾ അങ്ങനെ പറഞ്ഞില്ല? ഇതാണ് സംഭവിച്ചത് അവിടെ. അപ്പോൾ ആസിഫ് അലിക്ക് തോന്നി, അല്ലെങ്കിൽ ആസിഫ് അലി കണ്ടു നിൽക്കുന്നവർക്ക് തോന്നുന്നത് ഞാൻ ആസിഫ് അലിയെ മൈൻഡ് ചെയ്യാതെ പോയി എന്നാണ്. അതെനിക്ക് ഭയങ്കര വിഷമമുണ്ടാക്കിയിട്ടുണ്ട് സത്യത്തിൽ. ഐ ആം സോ സോറി. അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ, തോന്നുന്നവർക്ക് അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഐ ആം വെരി സോറി. അങ്ങനെ തോന്നാൻ പാടില്ല ഒരിക്കലും. ഡിസപ്പോയിൻറ്റഡ് ആയിട്ട് മാറി നിന്ന് ആസിഫിക്കയുടെ തോളത്ത് കൈയിട്ട് വാ മോനെ പോട്ടടാ നീയോടെ താടാ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ തീരാവുന്ന ഒരു പ്രശ്നത്തിനാണ് താങ്കൾ ഇവിടെ കിടന്നൊന്ന് ന്യായം ഉണ്ടാക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്നത്. ആസിഫ് അലിയുടെ അടുത്ത് ഞാൻ ഐ എം സോ സോറി ആസിഫ് അലി, ഇങ്ങനെ അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ ഐ എം വെരി സോറി. ആസിഫ് അലിയെ നേരിട്ട് ഫോണിൽ വിളിച്ച് അങ്ങനെ ഒരു തെറ്റിദ്ധാരണയിൽ അത് ഒരു വ്യക്തത വരുത്താൻ ആലോചിക്കുന്നുണ്ടോ? ഉണ്ട്, തീർച്ചയായിട്ടും. എനിക്ക് ആസിഫ് അലി വിളിക്കണം. ആസിഫ് അലി വിളിച്ചിട്ട് എടുക്കണില്ല. സംവിധായകൻ ജയരാജന്റെ കയ്യിൽ നിന്നും ആ ഒരു ഉപഹാരം ഏറ്റുവാങ്ങണമെന്ന് മനസ്സിൽ ആഗ്രഹിച്ചിട്ടുണ്ട്. അദ്ദേഹം ഉള്ള സ്ഥലത്ത് വേണ്ടേ എനിക്ക്? അദ്ദേഹം കൂടെ വേണ്ടേ? അദ്ദേഹം ഞാനും എത്രയോ ദിവസങ്ങളെടുത്ത് വർക്ക് ചെയ്ത പടമാണത്. ഈ ഇവിടെ നിന്ന് എൻ്റെ സ്റ്റുഡിയോ ഒന്ന് ചെയ്തതാണ്. എത്രയോ ദിവസങ്ങൾ അദ്ദേഹം ഇവിടെയായിരുന്നു. അപ്പം അങ്ങനെ വർക്ക് ചെയ്തൊരു പടം നമ്മൾ ഒരു മൊമെൻ്റ് അതിന് കിട്ടുമ്പോൾ അദ്ദേഹം കൂടെ, അതുകൊണ്ടാണ് അദ്ദേഹത്തെ വിളിച്ചത് ഞാൻ. അപ്പോൾ ആസിഫ് അലി തന്നു. ആസിഫ് അലി ഐ എം സോ ഹാപ്പി. ആസിഫ് അലി തരുമ്പോഴെനിക്ക് ഭയങ്കര സന്തോഷമേ ഉള്ളൂ. അപ്പോൾ ആസിഫ് അലിയുടെ അടുത്ത് വാങ്ങിച്ചു. ഇത് തന്നു കഴിഞ്ഞ് പിന്നെ ഞാൻ ജയരാജനെ വിളിക്കുമ്പോൾ ആസിഫ് അലി അവിടെ ഇല്ല, പിക്ചറിൽ കാണാനില്ല. അതാണ് പ്രശ്നമായത്. അപ്പോൾ കാണുന്നവർക്ക് തോന്നുന്നു ആസിഫ് അലി അവിടുന്ന് ഞാൻ നെഗ്ലക്റ്റ് ചെയ്തു. ഞാൻ ആസിഫ് അലിയെ നെഗ്ലക്റ്റ് ചെയ്തു ഞാൻ എന്നല്ലേ തോന്നുന്നു അത് കാണുമ്പോഴേ. അതാണ് സംഭവിച്ചത്. ഒന്നും പറഞ്ഞിട്ടില്ല. ആസിഫ് അലി വലിയ നടൻ തന്നെയാണ്, വളർന്നു വന്നൊന്നുമല്ല. ഈസ് എ വെൽ നോൺ റെപ്യൂട്ടഡ് ആർട്ടിസ്റ്റാണ് അദ്ദേഹം, അല്ലേ? അതെ, എല്ലാവരും വളർന്നു വരികയല്ലേ കലയിൽ. ആരാണ് പൂർണ്ണനായിട്ടുള്ളത്? ആരും പൂർണ്ണനാവുന്നില്ല, എല്ലാവരും തന്നെ. നമ്മൾ വിചാരിക്കുന്നതല്ലേ ഉള്ളൂ. ആസിഫ് ഓൾസോ ഈസ് എ ബിഗ് ആർട്ടിസ്റ്റ്, നോ ഡൗട്ട്. എല്ലാവരും തന്നെ. അദ്ദേഹം എത്ര നല്ല റോൾസ് ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്, അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല നമുക്ക്. ഇതായിരുന്നു ആ ഒരു ഇന്റർവ്യൂവിന്റെ ഒരു ഏകദേശ രൂപം എന്ന് പറയുന്നത്. പൂർണ്ണമായിട്ടുള്ള രൂപം നമുക്ക് ആവശ്യമില്ല, കാരണം വേറെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്, നമുക്ക് ആവശ്യമില്ലാത്തതാണ്. ഓക്കെ, നിങ്ങൾ ക്ഷമാപണമൊക്കെ നടത്തിയ സ്ഥിതിക്ക് ഞങ്ങൾക്കൊരിക്കലും താങ്കളെ വ്യക്തിഹത്യ ചെയ്യാൻ വേണ്ടി താല്പര്യമില്ല. താങ്കളുടെ ക്ഷമാപണം പിന്നീടൊരു വീഡിയോയിൽ ആയതിലാണ് ഞങ്ങൾക്ക് ഏകെയുള്ള ബുദ്ധിമുട്ട്. എന്തെന്ന് വെച്ചാൽ ആ ഒരു ക്ഷമാപണം ആ ഒരു ഫ്രെയിമിൽ തന്നെ ആയിരുന്നെങ്കിൽ അതൊരു സുന്ദരമായിട്ടുള്ള ഒരു ഫ്രെയിമായി മാറിയാണ്. അത് പിന്നീടൊരു ഫ്രെയിമിലേക്ക് മാറിയപ്പോഴത്തേക്കാണ് ജനങ്ങൾ വേറെ രീതിയിൽ ചിന്തിക്കുകയും, അതൊക്കെ വേറെ രീതിയിൽ ചിന്തിക്കുകയല്ല, താങ്കളുടെ കയ്യിൽ നിന്ന് വന്ന ഫോൾട്ടിനെ ജനങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു, താങ്കളെ ഒന്ന് എടുത്ത് എയറിലേക്ക് മാറ്റിയേക്കുന്നു. അത്രയോടെ സംഭവിച്ചുള്ളൂ. ഇനിയുമുള്ള അവസരങ്ങളിൽ താങ്കൾ ഇതിനെയൊക്കെ ഒന്ന് ശ്രദ്ധിക്കും എന്ന് ഞങ്ങളൊക്കെ പൂർണ്ണമായിട്ടുള്ള വിശ്വാസത്തോടു കൂടി ഈ ഒരു വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഞാൻ എൻ്റെ ഒരു ഭാഗത്തു നിന്ന് സംസാരിച്ചതാണ്. ഇതിനെ നിങ്ങൾക്ക് ഏതൊരു രീതി വേണമെങ്കിലും നിർവചിക്കാം. അപ്പം ഓക്കെ, ബൈ. അടുത്ത വീഡിയോ വരേക്കും സന്ധിക്കും വരേക്കും അനൈവർക്കും വണക്കം.